പറയാൻ. കാരണം ഇതിലെ വിഷയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയ നിശേഷിൻ്റെയും ഈ വർഷം ഇറങ്ങിയ അൻഡ്രോയിഡ് കമ്പനി അതിലെ സബ്ജക്റ്റ് തന്നെയാണ് ഇതിൽ വേറെ ഡോക്ടറുടെ ആംഗിളിൽ കാണിക്കുന്നു എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് എടുത്ത് പറയാമെന്നില്ല. മറ്റേ രണ്ട് സിനിമയും കണ്ടിട്ട് മറ്റേ രണ്ട് നല്ല ഫിലിമാണ്, അത് രണ്ടും കണ്ടിട്ട് ഇതിൽ വരുമ്പോൾ നമുക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നി. അതിൽ അതേ കാര്യം തന്നെ ഇതിൽ കാണിക്കുന്ന ഒരു IVF ഹോസ്പിറ്റൽ, ഇതിലെ ആളെ IVF ഡോക്ടറായിട്ട് കാണിക്കുന്നു. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് പുതുമയായിട്ടൊന്നും തോന്നില്ല. കാരണം അടുപ്പിച്ചൊരു 3 സിനിമ ഒരേ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ഇത് മൂന്നാമത് ഇറങ്ങി, അപ്പം നമുക്ക് ഒരു ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. സിനിമ എനിക്ക് ഒട്ടും വർക്കൗട്ടായില്ല. സിനിമ തുടങ്ങുന്നത് നമ്മുടെ മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ ഒരു നറേഷൻ്റെ കൂടെയാണ്. അതിനുശേഷം കഥയിലേക്ക് വരുന്നത് നമ്മൾ ട്രെയിലറിൽ കാണുന്ന പോലെ അതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഒരു മെയിൽ ഗൈനക്കോളജിസ്റ്റ് ആയിട്ടാണ് പുള്ളി കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ആ ഒരു പുള്ളിയുടെ തുടക്കകാലം മുതൽ പിന്നെ പുള്ളി ഒരു സക്സസ്ഫുള്ളായിട്ട് കരിയറിലേക്ക് വരുന്നു എന്നുള്ള രീതിയിൽ ആണ് പോകുന്നത്. അതിൻ്റെ ഇടയിൽ വരുന്ന പല കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫ് പിന്നെ ഇദ്ദേഹത്തിൻ്റെ കരിയർ, ഇത് രണ്ട് കാര്യങ്ങളും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊണ്ടുപോകാനാണ് സിനിമ ശ്രമിച്ചിരിക്കുന്നത്. പക്ഷേ തിരക്കഥയിൽ മൊത്തം എന്തോ ഒരു ലൂസ് പ്ലോട്ട്സ് ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം വ്യക്തമായിട്ടുള്ള ഇപ്പോൾ നമ്മളിപ്പോൾ സിനിമ തുടങ്ങി ഓക്കെ ശരിയാണ്, ഇദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിലേക്കാണ് ഇനി നമ്മളിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകണം നോക്കുമ്പോഴത്തേക്കും അല്ലല്ല അത് മാച്ചുകള. ഇനി പേഴ്സണൽ ലൈഫ് ഓക്കെ, അവിടെ ഒരു സൈഡിൽ കൂടെ പോട്ടെ. ഇനി പുള്ളിയുടെ കരിയറിന് പിന്നെ പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് നിന്നൊരു മാറ്റം, ആറ്റിറ്റ്യൂഡ് നിന്നൊരു മാറ്റം. അപ്പോൾ ഇനി അങ്ങോട്ടേക്കും കഥ പോകും. അപ്പോൾ അതെല്ലാം മാച്ചുകളാണ്. പിന്നെ വീണ്ടും പുള്ളിയുടെ പേഴ്സണൽ ഇങ്ങനെ എല്ലാം കൂടെ ആകെ മൊത്തം ഒരുമാതിരി സാമ്പാർ പരുവത്തിലാക്കി അവസാനം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താണ്ടൊക്കെയോ വരുന്നത്, എന്താണ്ടൊക്കെയോ സീനുകൾ വരുന്നത്, എന്താണ്ടൊക്കെയോ കാണിക്കുന്നത്. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഇമോഷണൽ കണക്ട് നമുക്ക് കിട്ടും. കാരണം നമുക്ക് അറിയാമല്ലോ, ഇപ്പം ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ട് പ്രത്യേകിച്ച് പേഷ്യൻറ്റുമായിട്ട് വരുന്ന അതിൽ തന്നെ ഗൈനക്കോളജി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്തൊക്കെ ഇപ്പം എന്തിരനെന്ന സിനിമ നമുക്ക് കണ്ടാലും അറിയാമോ, എന്തിരൻ്റെ ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്ന ആ ഒരു പഞ്ചൊക്കെ നമുക്ക് വളരെ വൈകാരികമായിട്ടുള്ള ഒരു നിമിഷങ്ങൾ സമ്മാനിക്കുന്നത്. അതുപോലത്തെ ചില ഒരു എലിമെൻറ്റ്സ് ഈ സിനിമയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു പോകുന്നുണ്ടെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ആ ഒരു പോയിന്റ് ഒഴിച്ചു കഴിഞ്ഞാൽ യാതൊരു തരത്തിലും തിരക്കഥ നല്ലൊരു തിരക്കഥയില്ലെങ്കിൽ പിന്നെ എത്ര നമ്മളെ മികച്ച കാസ്റ്റ് ക്രൂ ഉണ്ടായിട്ട് ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം വളരെ ഒരു മോശം അറ്റംപ്റ്റ് ആയിരുന്നു സിനിമ എന്നാണ് എനിക്ക് തോന്നിയത്.